ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള പരുക്കൻ ഭാവങ്ങളുള്ള സൗമ്യനായിട്ടുള്ള ഒരാൾ, സൗമ്യമായ പെരുമാറ്റമുള്ള, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, പ്രത്യേകതയുള്ള ശബ്ദമുള്ള ഒരാൾ. അങ്ങനെ തുടക്കം എം.ടി. വാസുദേവൻ നായർ സാറുടെ ഒരു കഥാപാത്രമായിട്ട് രംഗത്ത് വരാനുള്ള ഭാഗ്യം മേഘനാഥന് ലഭിച്ചു. മേഘനാഥൻ ആദ്യമായിട്ട് ഈ സിനിമയിൽ നിന്നൊക്കെ പൈസ കിട്ടിയപ്പോൾ ആദ്യം മേടിച്ചത് ഒരു ചെറിയ ട്രാക്ടറാണ്. ആ ട്രാക്ടർ ഇപ്പോഴും അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ചു, നിനക്ക് എന്താ സുഖമില്ല, വയ്യാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ആൾക്കാർ ചെറുത് കിട്ടിയാൽ വലുതാക്കൂല, എനിക്ക് ഡയബറ്റീസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ കോളേജ് പഠനകാലത്ത് ഒറ്റപ്പാലത്ത് ഞങ്ങൾക്ക് ഒരേ ഒരു സെലിബ്രിറ്റിയാണുള്ളത്, ബാലൻ കെ നായർ, ഭരത് ബാലൻ കെ നായർ. ഒറ്റപ്പാലം പരിസരത്ത് ഉണ്ടായിരുന്ന, കോഴിക്കോട്ടിൽ ജീവിച്ചിരുന്ന, ഒറ്റപ്പാലത്ത് പട്ടാമ്പിക്കടുത്ത് വാടാൻകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേരുകളുള്ള ബാലൻ കെ നായർ, ഒറ്റപ്പാലത്തുകാരുടെ ബാലേട്ടൻ. അപ്പോൾ ബാലേട്ടൻ ഒറ്റപ്പാലത്ത് ചില ക്ലബ്ബുകളുടെ വാർഷികമൊക്കെ ഉണ്ടാകുമ്പോൾ ബാലേട്ടൻ അന്ന് സജീവമായിട്ട് സിനിമയിൽ വില്ലനായിട്ടും ക്യാരക്ടർ നടനായിട്ടും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നാഷണൽ അവാർഡ്, ബെസ്റ്റ് ആക്ടർക്കുള്ള നാഷണൽ അവാർഡ് മേടിച്ച കാലം ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ സ്റ്റാറാണ്. ആ പ്രോഗ്രാമുകൾക്കൊക്കെ അദ്ദേഹം മുഖ്യ അതിഥിയായിട്ട് വരും. അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് 3 മക്കളാണ്. മൂത്ത മകൻ്റെ പേര് അനിൽ എന്നാണ്, രണ്ടാമത്തെ മകൻ്റെ പേര് മേഘനാഥൻ എന്നാണ്, മൂന്നാമത് അജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട്. അങ്ങനെയുള്ള കഥകളൊക്കെ അറിയാം. ഈ അനിൽ ചേട്ടനെ നമ്മൾ കാണാറുണ്ട്, കാരണം ഒറ്റപ്പാലത്ത് ഒയാസിസ് എന്ന് പറയുന്ന ക്ലബിലെ അംഗമാണ്. അപ്പോൾ ബുള്ളറ്റ് ബൈക്ക് ഓടിച്ച് വരുന്ന ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള അനിലിനെ കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്കും വില്ലനായിട്ട് വേണമെങ്കിൽ അഭിനയിക്കാം, നല്ല നീണ്ട മൂക്കും നല്ല ആരോഗ്യമുള്ള ശരീരവും ബുള്ളറ്റ് ബൈക്കും ഒക്കെ ആയിട്ട് വരുന്ന അനിലിനെ സിനിമയിൽ അഭിനയിച്ചുകൂടെ, അച്ഛനൊക്കെ സിനിമയിലുള്ളതല്ലേ എന്ന് നമ്മളെപ്പോഴും വിചാരിക്കും. പക്ഷെ അനിലേട്ടന് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഈ മേഘനാഥനെ നമ്മളാരും കണ്ടിട്ടില്ല ആ സമയത്ത്, അങ്ങനെ ഒറ്റപ്പാലത്ത് കാണാറില്ല. അജിത്ത് NSS കോളേജിൽ ഞങ്ങളുടെ ജൂനിയറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളീനെ അറിയാം, ഷൊർണൂരിൽ നിന്ന് വന്നിട്ട് കോളേജിൽ പഠിച്ച് പോകുന്നുണ്ട്. പക്ഷെ മേഘനാഥനെ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്ത് കാട്ടുതീ പോലെ ആ വാർത്ത പറഞ്ഞു, ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ പഞ്ചാഗ്നിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പഞ്ചാഗ്നി സിനിമ കാണുമ്പോൾ നമ്മളൊക്കെ ഈ ഒറ്റപ്പാലത്തുകാരൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരുന്നു. മേഘനാഥൻ അതിൽ വളരെ മനോഹരമായിട്ട് ക്ഷുഭിതനായിട്ടുള്ള ഒരു യുവാവായിട്ട് പഞ്ചാഗ്നിയിൽ അഭിനയിച്ചു. അങ്ങനെ തുടക്കം എം.ടി. വാസുദേവൻ നായർ സാറുടെ ഒരു കഥാപാത്രമായിട്ട് രംഗത്ത് വരാനുള്ള ഭാഗ്യം മേഘനാഥന് ലഭിച്ചു. ഓ, ഇപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മേന്റെ പേര് പറഞ്ഞാൽ ആരും അറിയില്ല. അതിലും പ്രസിദ്ധിയുള്ള വേറൊരാളുണ്ടല്ലോ അകത്ത്, കൊല്ലും കൊലയ്ക്ക് നടന്ന ഒരുമ്പട്ടോളൊരുത്തി മേഘനാഥൻ പിന്നീട് മലയാള സിനിമയിൽ കുറേ റോളുകളൊക്കെ ചെയ്തു. കമൽ സാറിൻ്റെ, എൻ്റെ ഗുരുനാഥൻ കമൽ സാറിൻ്റെ ഈ പുഴയും കടന്നു എന്ന് പറയുന്ന സിനിമയിലെ വില്ലനായിട്ട്, ദിലീപിൻ്റെ ഓപ്പോസിറ്റ് വില്ലനായിട്ട് മേഘനാഥൻ അഭിനയിച്ചു. അങ്ങനെ ബാലൻ കെ നായർക്ക് ശേഷം ഒറ്റപ്പാലത്ത് നിന്ന് ഒരു താരോദയമുണ്ടായി. മേഘനാഥൻ പക്ഷെ പഠിച്ചതൊക്കെ കാലിക്കറ്റിലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. കാരണം ഒറ്റപ്പാലത്ത് മേഘനാഥൻ അത്രയധികം കണക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സിനിമയിലും പിന്നീട് സീരിയലുകളിലൊക്കെ തിരക്കിലായി. പിന്നീട് എനിക്ക് അപ്പോഴൊന്നും പരിചയമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ പിന്നീട് ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന സിനിമയുടെ സമയത്താണ് മേഘനാഥനെ പരിചയപ്പെടുന്നതും ഒരു പരിചയവും അടുപ്പവും ഒക്കെ ഉണ്ടാവുന്നത്. പിൽക്കാലത്ത് ഞാൻ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒരു കഥാപാത്രം മേഘനാഥൻ ചെയ്തു. തന്നോട് പറഞ്ഞിട്ടുള്ളതാ, വണ്ടി ഇവിടെ നിർത്താൻ തന്നോട് ഞാൻ പറഞ്ഞു. കാശ് വെച്ചിട്ട് പോണു. അപ്പോഴാണ് നമ്മൾ ഈ പരുക്കൻ ഭാവങ്ങളുള്ള ഈ ചെറുപ്പക്കാരൻ എന്തൊരു സോഫ്റ്റായിട്ടുള്ള സാധുവായിട്ടുള്ള ഒരാളാണെന്ന് തിരിച്ചറിയുന്നത്. മേഘനാഥൻ ആ സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന സിനിമ ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത് മേഘനെ വിളിച്ചു. ഒരു കന്നഡ ജന്മിയായിട്ട് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന സിനിമയിലും
മേഘനാഥൻ അഭിനയിച്ചു. ನಾವು ಬರ್ತೀನಿ. ನಿಮಗೂ ಏನು ಬೇಕಂದ್ರೆ ನಮ್ಮನೆ ಹತ್ರ ಕೇಳು. ಇವನು ಬಿಡಬೇಡ. ನೀವು ತಂದೆಗೆ ಕೊಲೆ ಮಾಡ ಬಂದಿದ್ದೇನೆ ಇವನು. അപ്പം എൻ്റെ ആദ്യത്തെ 2 സിനിമയിലും മേഘനാഥൻ അഭിനയിച്ചു. പിന്നീട് ഉള്ള സിനിമകളിൽ ഞാൻ പലപ്പോഴും മേഘന വിളിക്കുമ്പോൾ ഒക്കെ അപ്പോഴേക്കും സീരിയലുകളിൽ ബിസിയായി. അപ്പോൾ ഈ സീരിയലിൻ്റെ ഡേറ്റുകൾ തമ്മിൽ ക്ലാഷായിട്ട് മേഘന അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് കുറേ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കണ്ടപ്പോൾ മേഘനാഥൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഡയബറ്റിക്കാണ്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണോ, അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ മറന്നു പോകും. ഈ ക്യാരക്ടർ ഓരോരുത്തരെ സജസ്റ്റ് ചെയ്യും, അത് ശരി കൊള്ളാമെന്ന് തോന്നുമ്പോൾ നമ്മളങ്ങനെ കാസ്റ്റ് ചെയ്ത് പോകും. ഇടയ്ക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഓർക്കുക നിനക്ക് എന്തെങ്കിലും റോള് വേണം എന്നുള്ളത്. അപ്പോൾ പറയും അതൊന്നും കുഴപ്പമില്ല, ക്യാരക്ടർ നമുക്ക് വിധിച്ചത് വരും, ആ സമയത്ത് നമ്മുടെ പേര് ഓർമ്മയും വരും എന്ന് പറയും. മേഘനാഥൻ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരാളാണ്. പിന്നീട് മേഘനാഥൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, കാലിക്കറ്റിൽ സെറ്റിൽ ചെയ്തു. ആ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ മേഘനാഥനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പിന്നെ കുറേ വർഷങ്ങൾ കടന്നുപോയി. മേഘനാഥൻ ചില പുതിയ തലമുറയുടെ ചില സിനിമകളിൽ ആക്ഷൻ ഹീറോ ബിജുവിലാണ് തോന്നുന്നു വീണ്ടും ഒരു നല്ല വേഷം ചെയ്തു. അങ്ങനെ വീണ്ടും പടങ്ങളൊക്കെ ആയി വരുന്ന ഒരു സമയത്ത് കേട്ടു മേഘന എന്തോ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മേഘനാഥനെ ഫോണിൽ വിളിച്ചു, നിനക്ക് എന്തോ സുഖമില്ല വയ്യ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ആൾക്കാർ ചെറുത് കിട്ടിയ വലുതാക്കൂല, എനിക്ക് ഡയബറ്റീസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു എന്ന് പറഞ്ഞു. അതിനിടയിൽ ഞാൻ സ്ഥലത്തില്ലാത്ത ഒരു സമയത്ത് പെട്ടെന്ന് ആ ന്യൂസ് കാണുന്നത് മേഘനാഥൻ അന്തരിച്ചു. അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് മേഘനാഥൻ്റെ മകളുടെ കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷെ എനിക്കന്ന് ഞാൻ വിദേശത്ത് എവിടെയായിരുന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് കാണാനുള്ള അവസരവും ഉണ്ടായില്ല. മകൾ കല്യാണം കഴിഞ്ഞ് പോയത് അമേരിക്കയിലേക്കാണ്. മേഘനാഥൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ആ കുട്ടിയെ അനിൽ ചേട്ടനൊക്കെ തിരിച്ചു വരുത്തി. കല്യാണം കഴിഞ്ഞ് പോയിട്ട് 1 മാസം 2 മാസം മറ്റോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവളെ തിരിച്ചു വരുത്തി. അവൾക്ക് അച്ഛനെ ജീവനോടെ കാണാൻ കഴിഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്തു. മേഘനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് തോന്നും. കാരണം എൻ്റെ പ്രായമോ അല്ലെങ്കിൽ എന്നേക്കാൾ 1 വയസ്സ് താഴെയോ 1 വയസ്സ് മീതെയോ ഏതാണ്ട് എൻ്റെ സമപ്രായക്കാരനാണ്. ഒരാളുടെ വളർച്ച, ഒരാളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ നമ്മളിങ്ങനെ കണ്ടു നിന്നതാണ്. ആദ്യമായിട്ട് അഭിനയിച്ചത്, അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകളിൽ തുടർച്ചയായിട്ട് അഭിനയിച്ചത്, TV ചാനലുകളിൽ കഥാപാത്രങ്ങളായി മാറിയത്, ഒരാളുടെ ഒരു ഗ്രോത്ത്. അപ്പോൾ മേഘനാഥൻ മരിച്ച് ഒരു 2-ാം ദിവസം 3-ാം ദിവസം ആണ് ഞാൻ നാട്ടിലെത്തുന്നത്. ഞാൻ മേഘനാഥൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ വീടിനോട് ചേർന്ന് ബാലനെ അടക്കിയിട്ടുള്ള ശവകുടീരത്തിനടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇതും ശരിയാക്കി അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം തീരെ ചെറുതായിരുന്നു. ബാലേട്ടൻ്റെ ഒരു അസ്ഥിത്തറയും കാര്യങ്ങളും മാത്രം ഉണ്ടായിരുന്ന സ്ഥലം. മേഘനാഥൻ വന്നതിന് ശേഷം ആ സ്ഥലത്തിൽ കൂടി വിസ്താരത്തിലാക്കി കറക്റ്റായിട്ട് മുൻകൂട്ടി കണ്ടതുപോലെ തൻ്റെ കുഴിമാടം നിർമ്മിക്കാനുള്ള സ്ഥലം കൂടി ഉള്ള രീതിയിൽ അതിനെ വിസ്താരപ്പെടുത്തി. വളരെ ഗ്രാമീണനായിട്ടുള്ള ഒരാളായിരുന്നു മേഘനാഥൻ. മേഘനാഥൻ ആദ്യമായിട്ട് ഈ സിനിമയിൽ നിന്നൊക്കെ പൈസ കിട്ടിയപ്പോൾ ആദ്യം മേടിച്ചത് ഒരു ചെറിയ ട്രാക്ടറാണ്. ആ ട്രാക്ടർ ഇപ്പോഴും അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് മേടിച്ചത് ഒരു കുഞ്ഞ് ട്രാക്ടറാണ്. ആ ട്രാക്ടറിൽ പാടത്തും പറമ്പിലും ഒക്കെ ഉഴുത് നടക്കുന്ന, കൃഷിയിൽ വളരെ തൽപരനായിരുന്ന അവരുടെ അമ്മ വീടാണ് ഈ വാടാൻകുറിശി ഉള്ളത്. ആ അമ്മ വീട്ടിൽ ആ ട്രാക്ടർ വെച്ചിട്ടുണ്ട്. മേഘനാഥനെ അവിടെ അടക്കി. അത് കഴിഞ്ഞ് നിർഭാഗ്യങ്ങൾ അവരെ വീണ്ടും പിന്തുടർന്നു. മേഘനാഥൻ്റെ അനുജൻ ഷൊർണൂർ ഒരു സ്റ്റുഡിയോയും വീഡിയോ റെക്കോർഡിങ്ങും ഒരു ചാനലും, ഷൊർണൂരിൻ്റെ ഒരു ചാനലും നടത്തിക്കൊണ്ടിരുന്നു. ആ അജിത്ത് എന്നാണ് പുള്ളിയുടെ പേരെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ജൂനിയറാണ്. അയാളും പെട്ടെന്ന് അസുഖം വന്ന്
മരിച്ചുപോയി. അങ്ങനെ 3 അച്ഛൻ്റെയും 2 സഹോദരങ്ങളുടെയും ശവകുടീരം. അത് മേഘനാഥന് മുമ്പാണോ അജിത്ത് മരിച്ചത്, മേഘനാഥന് ശേഷമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും 2 പേരുടെയും ദേഹവിയോഗം വളരെ അടുത്തടുത്ത് തന്നെ സംഭവിച്ചു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചിലരുടെ ജീവിതം നമുക്കിങ്ങനെ മാറി നിന്ന് കാണാനുള്ള അവസരം ഉണ്ടാവും. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവർ കടന്നുപോയി എന്നുള്ളത്. മേഘനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള പരുക്കൻ ഭാവങ്ങളുള്ള സൗമ്യനായിട്ടുള്ള ഒരാൾ, സൗമ്യമായ പെരുമാറ്റമുള്ള, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന, പ്രത്യേകതയുള്ള ശബ്ദമുള്ള ഒരാൾ. അയാളങ്ങനെ നിശബ്ദമായി കടന്നുപോയി.